ഹലോ ഗൈസ്, 2 കൊല്ലത്തിന് ശേഷം അങ്ങനെ ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചെടുത്തിട്ട് മോന്തയ്ക്ക് വാരി തേച്ചങ്ങ് പിടിപ്പിച്ചു. പിന്നെ കുറച്ച് പോൺസിൻ്റെ പൗഡർ ഉണ്ടല്ലോ, പോൺസിൻ്റെ പൗഡർ എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ച്. നിങ്ങളിൽ ആർക്കൊക്കെയാണ് ഈ കുറേ പൗഡർ എടുത്തിട്ട് അതെല്ലാം കൂടെ തേച്ചങ്ങ് പിടിപ്പിക്കുക, എന്നിട്ട് പിന്നെ അങ്ങ് തുടച്ച് കളയുന്ന സ്വഭാവം ഉള്ളത്? എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ബാക്കി വരുന്ന പൗഡറെല്ലാം കൂടെ എടുത്ത് തുടച്ചങ്ങ് കളയും. പിന്നെ എന്തിനാണ് ഇതിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ കണ്ണുകളിങ്ങനെ വാലിട്ട് എഴുതുകയാണ്. എനിക്ക് വാലില്ലാത്തൊരു കണ്ണിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ വാലിടാതെ കണ്ണ് എഴുതാറുമില്ല. അങ്ങനെ വാലിട്ടൊക്കെ കണ്ണെഴുതിയിട്ട് പിന്നെ ഞാനിങ്ങനെ ഈ കൺപീലികളെല്ലാം മേളോട്ട് തന്നെ ഇരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ മേളോട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണം, എന്നാലേ എനിക്കത് ഇഷ്ടമാകത്തുള്ളൂ. അതിങ്ങനെ മേളോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മസ്കാര എല്ലാം കൂടെ വരി അങ്ങ് തേക്കുവാണ്. ഇങ്ങനെ മേളോട്ട് തന്നെ ഇരിക്കുന്നിടം വരെയൊക്കെ ഞാനിങ്ങനെ തേച്ചുകൊണ്ടൊക്കെ ഇരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞായി, കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടിലിരിപ്പായി, പിന്നെ കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പായി. അങ്ങനെ 2 കൊല്ലം ആ വഴിക്ക് അങ്ങ് പോയി. അങ്ങനെ നോക്കിയും കണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും 2 കൊല്ലവും പോയി, ഹണിമൂണും ഇല്ല, ഒന്നുമില്ല, അതൊക്കെ ആയിപ്പോയി. പിന്നെ അത് കുഞ്ഞ് വളർന്നിട്ട് പോകാമെന്ന് വെച്ചപ്പോൾ സമയം സന്ദർഭവും എല്ലാം കൂടെ ഒത്തു വന്നത് ഇന്നായിരുന്നു കേട്ടോ. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എങ്ങും പോയില്ല എന്നുള്ള പരാതിയും തീർന്നു. അങ്ങനെ ഞങ്ങൾ പ്രകൃതി റിസോർട്ടിലോട്ടാണ് വന്നത്. ന് വേണ്ടിയിട്ട് 1 ഡേ സ്റ്റേക്കേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ മാസിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ, ലിപ് ലൈനറും ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞി ഉപ്രിക്ക പൊട്ടും തൊട്ടിട്ട് പൊട്ടിട്ടപ്പോൾ സുന്ദരിമണി കുട്ടുമണിയായി. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനങ്ങ് നിൽക്കാം. എന്നെ തന്നെ സ്വന്തമായിട്ട് പോയി എടുത്തിട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പോയി. ഞാനൊരു കോഡ് സെറ്റാണ് ഇട്ടേക്കുന്നത്. ഈ ഇത് ബ്രൗൺ കളർ തന്നെ അല്ലേ, എനിക്കിത് കണ്ടിട്ട് ബ്രൗൺ കളറാണെന്ന് തോന്നുന്നു. ബ്രൗൺ കളറ് സെയിം ഡ്രസ്സ്. ഇങ്ങനെ ഒരു ബട്ടൺസിൻ്റെ അവിടെ കുറച്ച് കുഞ്ഞി ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സെയിം കളർ തന്നെ കോഡ് സെറ്റ്, പാൻറ്റും സെയിം കളർ തന്നെ കേട്ടോ. പിന്നെ ഒരു കമ്മലും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. മുടി കെട്ടാൻ വേണ്ടിയിട്ട് ചീപ്പ് നോക്കിയപ്പോഴാണ് എൻ്റെ റിച്ചുകുട്ടൻ എവിടെയോ അത് കൊണ്ട് കളഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ മുടി കെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ തന്നെ ആക്കിക്കൊണ്ട് കോരിപ്പറക്കി മുടിയെല്ലാം കൂടെ കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ മുടിയെല്ലാം കൂടെ കോതി പറക്കി കെട്ടി. ഈ മുടിക്ക് ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഈ ഫ്രണ്ടിലോട്ട് മുടിയിട്ട് ഒന്ന് കോതി എടുത്തിട്ട് ബാക്കിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഭയങ്കര ഉള്ളു തോന്നിക്കുമെന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ശരി കേട്ടോ, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിലോട്ട് 2 മുടി തോരണങ്ങളൊക്കെ ഇട്ടിട്ട്, എനിക്ക് ഈ തോരണങ്ങൾ ഇടാൻ പറ്റത്തില്ല എന്ന് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതും അങ്ങോട്ട് ഇട്ടിട്ട് സുന്ദരിമണിയാണോ നോക്കിയിട്ട് സുന്ദരിമണി കുട്ടുമണിയായിട്ട് എൻ്റെ റിച്ചുകുട്ടനെ കൊണ്ടുവന്നു. റിച്ചുകുട്ടൻ്റെ ഡ്രസ്സ് ഇതാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? സുന്ദരിയായിട്ടില്ലേ എൻ്റെ ചക്കരി?